ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്നത്തെ പരിപാടി ഈസ് എ വീക്സ് ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങൾ നേരെ വാൾമാർട്ടിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഗുരുവായൂരമ്പല നടയിൽ ഫിലിം കണ്ടിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതുകൊണ്ട് മറ്റേ അഴകിയ ലൈല പാട്ട് കിട്ട് ഞങ്ങൾ തന്നെ അടിച്ചു പൊളിച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളുടെ ജാടയുള്ള ഇൻട്രോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ മെല്ലെ അഴകിയ ലൈലയൊക്കെ കേട്ട് വാൾമാർട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ മെല്ലെ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സീസണാണ്. വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് നല്ല ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോബെറീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാംഗോസ് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങപ്രാന്തി ആയതുകൊണ്ട് ഞാൻ ഒരു ലോഡ് മാങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓടി നടന്ന് ബാക്കി ലിസ്റ്റിലുള്ള ഐറ്റംസൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കും. എപ്പോഴും ഗ്രോസറി മേടിക്കാൻ പോണ ടൈമിൽ ഓഫ് കോഴ്സ് ലിസ്റ്റിൽ നിൽക്കില്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി അവിടെ കാണുന്ന സെയിലിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഐറ്റമൊക്കെ ഞാൻ എന്തായാലും എടുത്തിടും. എന്നാലും ഞാനൊരു ബേസിക് ലിസ്റ്റ് ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട്. വാൾമാർട്ട് നമ്മളെ മാക്സിമം അതിലേക്ക് പെടുത്താൻ നോക്കുമെങ്കിലും ഈ ഓറഞ്ചൊക്കെ കണ്ട ആര വീണ് പോകാത്തല്ലേ. ഞാനങ്ങനെ ഓറഞ്ചൊന്നും എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ കുറച്ചധികം ഓറഞ്ചൊക്കെ എടുത്തു. ഭയങ്കര നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ അടുത്ത്. എന്താണെന്നറിയില്ല, എപ്പം നിൽക്കുമെന്നും അറിയില്ല. പക്ഷേ അടിപൊളി ഫ്രൂട്ട്സ് കാണുമ്പോൾ എനിക്ക് വിടാൻ തോന്നാറില്ല. അങ്ങനെ ഞാൻ ഒരു ബാഗ് നിറയെ ഓറഞ്ചൊക്കെ പെറുക്കി എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗ്രോസറി ലിസ്റ്റിൽ എങ്ങനെയൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം എന്നുള്ള തത്രപ്പാടിൽ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ മാക്സിമം വെജിറ്റബിൾസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാക്സിമം നോൺ വെജ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ഒന്നെങ്കിൽ ഫിഷോ മട്ടൺ ബീഫ് ചിക്കൻ ഇതിലൊക്കെയാണ് ആളുടെ ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വെജിറ്റബിൾ ഇതെടുക്കാം അതെടുക്കാമെന്ന് പറയുമ്പോൾ വീഴാറില്ല. എൻ്റെ ആ ഒരു സോപ്പിടലിൽ മാത്രം ആൾ വീഴാറില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് എയർപോർട്ട് ആൻഡ് ക്വീൻ സ്ട്രീറ്റിലുള്ള വാൾമാർട്ടിലാണ്. ഈ ലൊക്കേഷൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഇത്രയും വിപുലമായിട്ടുള്ള ഫിഷ് മാർക്കറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡീൽസിൽ നല്ല ഫ്രഷ് ഫിഷ് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ മീറ്റിനും അവിടെ സ്പെഷ്യലായിട്ട് സ്റ്റോഴ്സ് ഉണ്ട്. ഇപ്പോൾ കാണുന്നത് നമ്മൾ പാക്കേജ്ഡ് ആയിട്ട് വരുന്ന പ്രീ പാക്ഡ് ആയിട്ടുള്ള ഫ്രഷ് മീറ്റാണ്. ചിക്കൻ ഫ്രോസൺ ആയിട്ടും വരും അല്ലാതെയും വരും. ബട്ട് ഇപ്പോൾ കാണുന്നത് പോലെ ഫ്രഷ് മീറ്റ് കിട്ടുന്ന 2-3 സ്റ്റോറും കൂടെ ഈ വാൾമാർട്ടിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോക്കി കമ്പയർ ചെയ്തൊക്കെ മേടിക്കാൻ പറ്റുന്ന നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റോഴ്സാണ്. അതേപോലെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഒരു 1 o'clock 2 o'clock ഒക്കെയാണ്. അപ്പോൾ വീക്കെൻഡിൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഞങ്ങൾ എപ്പം നോക്കുമ്പോഴും ഇതുപോലെയുള്ള ഈ 0% യോഗട്ട് നല്ല മഷ്റൂംസ് ഇതൊന്നും കിട്ടാറില്ല. ഞാനും ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നു, ഇതിവിടെ കാണാറില്ലല്ലോ, ഈ സാധനം ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കണ ഐറ്റമായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സൺഡേ ഈവനിങ്ങിലൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും ഈ ഐറ്റമൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഫ്രൈഡേ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് നല്ല മഷ്റൂംസും 0% യോഗട്ടൊക്കെ കിട്ടിയത്. അപ്പോൾ അത് ഞാനും വൈകി മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഈ വിസിറ്റിലാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ബാക്കി മീറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫിഷ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷേ മീറ്റൊന്നും എടുത്തില്ല. ചിക്കനോ മട്ടനോ അങ്ങനെയൊന്നും എടുത്തില്ല. എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എടുത്തില്ല. ആഴ്ച ചിലപ്പോൾ ഒരു 1-1.5 ആഴ്ചയൊക്കെ പോയിരിക്കും. അതിനുള്ള ഗ്രോസറിയാണ്. സോ ലെറ്റ്സ് എന്തുമാത്രം പൈസ ആവുന്നു. ഇവിടെ കടന്ന് തിരിഞ്ഞാൽ നമ്മൾ ഇനി ഈ ബാസ്ക്കറ്റ് നിറയ്ക്കും.
ചിപ്സ് എടുക്കടാ, ചോക്ലേറ്റ് ചിപ്സ്. എന്തിന്? ഓ, നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി പഠിക്കാനല്ലേ? That പണി is completed. നമ്മൾ എത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ $97.71 ആണ് ടോട്ടൽ ആയത്. സ്മാർട്ടായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ട് ഇതൊക്കെയാണ്. അതെ, സ്മാർട്ട് ഷോപ്പ്. ഞാൻ പണ്ട് സ്മാർട്ട് ഷോപ്പറാണ്. എൻ്റെ കൂടെ ഷോപ്പ് ചെയ്ത ആൾക്കാർക്ക് എല്ലാം അതറിയാം. ഓക്കെ, ഇതൊക്കെയാണ് ഐറ്റംസ്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു 2 ടൈപ്പ് മീന്. നമ്മൾ മീറ്റൊന്നും മേടിച്ചിട്ടില്ല. ഇനി നമുക്ക് മട്ടൺ വാങ്ങണം. മട്ടൺ ഓർ ചിക്കൻ. അപ്പൊ എങ്ങനെ പോയാലും 100 രൂപ പുറത്ത് നടക്കും. 110 രൂപ. ഇതൊക്കെയാണ് നമ്മളുടെ ഐറ്റംസ് ഫോർ 1.5 വീക്ക്. ചിലപ്പോൾ കഷ്ടിച്ച് 2 വീക്സ് ഒക്കെ എത്തും. 2 വീക്ക് ആകുമ്പോഴേക്കും വീട്ടിലൊന്നും ഉണ്ടാവില്ല. So, thanks for watching our video. See you in our next video. Bye-bye.